പ്രധാനപ്പെട്ടതാണ്. AAP വക്താവ് ഷൈബു ആന്റണി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷൈബു ആന്റണി, ശ്രമിക്കണം ശ്രീ ഷൈബു മഠത്തിൽ, ഈ AAPയുടെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെയാണ് AAP എന്ന പ്രസ്ഥാനം രൂപീകൃതമാകുന്നത്. അങ്ങനെയൊരു പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഇപ്പോൾ ഈ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് താങ്കളുടെ പ്രതികരണം? കേൾക്കാം, പറയൂ. നമുക്ക് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്നു. അതിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ BJP വലിയൊരു ആത്മവിശ്വാസക്കുറവിലാണ്. BJP എടുത്തിരിക്കുന്ന ഓരോ നടപടികളും നോക്കിയാൽ നമുക്കിത് കാണാം. അതോടൊപ്പം ആ ഒരു ആത്മവിശ്വാസക്കുറവിന്റെ ഒപ്പമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ ഇലക്ട്രൽ ബോണ്ടിന്റെ അവസാനം തടഞ്ഞു വെച്ചിരിക്കുന്ന, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തടഞ്ഞു വെച്ചിരിക്കുന്ന വിവരങ്ങൾ പോലും ഇനി നാളെ പുറത്തു വരും. ഇന്നത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതിസന്ധിയിലാവാൻ പോകുന്ന BJP അതിന്റെ ജാള്യത മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആം ആദ്മി പാർട്ടി ഇത്രയും കാലം ഈ കേസ്, ആക്ച്വലി അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ് ആദ്യം എടുത്തത് പിന്നെ CBI ആയിരുന്നു. CBI അദ്ദേഹത്തെ ചോദ്യം ചെയ്തതുമാണ്. എന്നിട്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് എടുത്ത കേസ് തുടരാനാവാതെ വന്നപ്പോൾ, അതിൽ തെളിവില്ലാതെ വന്നപ്പോഴാണ് ഒടുവിൽ പിന്നെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടായ, തെളിവുകൾ വളരെ കുറച്ച് മാത്രം തെളിവുകൾ ആവശ്യമില്ലാത്ത PMLA ആക്ട് പ്രയോഗിക്കുകയും EDയുടെ മുന്നിൽ ഈ കേസ് വരികയും ED ആ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതുവരെയും അവർ 7-8 സമൻസുകൾ അയച്ചു. പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ അവിടെയാണല്ലോ, അവിടെ ഷൈബു മഠത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതാണല്ലോ പ്രധാനപ്പെട്ട പോയിന്റ്. 7-8 സമൻസുകൾ അയച്ചു. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള ഒരു വിഷയം അതിനൊക്കെ എത്രയോ ശേഷമാണ് ഉയർന്നു വന്നത് എന്ന് താങ്കൾക്കും അറിയാം. 8 തവണയാണ് ED സമൻസ് അയച്ചത്. ഇതിൽ എപ്പോഴെങ്കിലും ഹാജരാകാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമായിരുന്നോ? നോക്കൂ, BJP EDയുടെ കൈ മുന്നിലുള്ള തെളിവുകളോ അല്ല ഇവിടെ തീരുമാനമെടുക്കുന്നത്. തെളിവുകളല്ല തീരുമാനിക്കുന്നത്. മറിച്ച് BJP ഭാരതീയ ജനതാ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും എന്നുള്ളത്. അവർ ഈ തീരുമാനം എടുത്തിട്ട് കാലം കുറെ. BJP വളരെ കൃത്യമായ റോഡ് മാപ്പോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായി. ഞങ്ങൾക്കത് കൃത്യമായി അറിയാമായിരുന്നു. ആ ഇൻഫർമേഷൻ ഡൽഹിയിലെ ഭരണ കേന്ദ്രങ്ങളിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനുള്ളൊരു റോഡ് മാപ്പിന്റെ ഭാഗമായി മാത്രമാണ് ഈ സമൻസുകൾ അയച്ചുകൊണ്ടിരുന്നത്. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, EDയുടെ കൈവശം തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു അറസ്റ്റ് വാറന്റുമായി വന്ന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഇപ്പോ അവസാനം സംഭവിച്ചിരിക്കുന്നത് ഒരു സെർച്ച് വാറന്റുമായി ഒന്ന് സെർച്ച് ചെയ്യുകയും എന്തോ തെളിവ് കിട്ടി എന്ന ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യുകയുമാണ്. EDയുടെ കേസിൽ തീർച്ചയായും താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു ധാരണയുടെ പുറത്താകാം, EDയുടെ നാടകമാകാം. അപ്പോഴും താങ്കൾ ഈ പറയുന്നത് പോലെ ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം AAPക്കും അരവിന്ദ് കെജ്രിവാളിനും ഉണ്ടായിരുന്നല്ലോ. ഈ ചോദ്യം ഒഴിവാക്കാൻ ഒരു സാഹചര്യമേ ഉള്ളൂ. കേജ്രിവാൾ പോയി BJPയിൽ ചേരണം. BJPയിൽ ചേർന്ന, അഴിമതി ആരോപിക്കപ്പെട്ട BJPയിൽ ചേർന്ന മുഴുവൻ പേർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു പാർട്ടിയല്ല. ആം ആദ്മി പാർട്ടിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് പിന്നെ BJPയുടെ നരേന്ദ്രമോദിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ പൊരുതുന്ന രാഷ്ട്രീയമാണ്. ഞങ്ങൾ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കേജ്രിവാളിനെ വിളിച്ച് ജയിലിട്ടത് കൊണ്ടൊന്നും ആം ആദ്മി പാർട്ടിയുടെ പോരാട്ടം അവസാനിപ്പിക്കും എന്നൊരു വ്യാമോഹം വേണ്ട. അങ്ങനെ ഒരു വ്യാമോഹമാണ് BJPക്ക് ഉള്ളത്. പക്ഷേ ഞങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ശക്തമായി തന്നെ പോരാടും. ഞങ്ങൾ ഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കും. BJP വിചാരിക്കുന്നത് എതിരാളികളെ മാറ്റി നിർത്തിയാൽ, എതിരാളികളെ ജയിലിൽ ഇട്ടാൽ അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ്. ആ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്ന് ഓർമ്മിക്കാൻ. എന്തായാലും ഇനി തുടർ നീക്കങ്ങൾ, കേരള ഘടകം ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലൊക്കെ നേരത്തെ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നോ? താങ്കൾ പറഞ്ഞല്ലോ അറസ്റ്റ് ഉറപ്പായിരുന്നു എന്നുള്ളത്. തീർച്ചയായും ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ആം ആദ്മി പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ജനങ്ങളുടെ വലിയ പിന്തുണയുള്ള, കക്ഷി രാഷ്ട്രീയത്തിനധികമായി ഇന്ത്യയിലെ ദേശീയ തലത്തിൽ ജനങ്ങളുടെ വലിയ പിന്തുണയുള്ള നേതാവാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. ആ കൂട്ടത്തിൽ കേരളത്തിലും ഞങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. ജനകീയമായി ഒരു കാര്യം കൂടി, താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഉപമുഖ്യമന്ത്രി ഇപ്പോൾ കാലങ്ങളായി തടവറയിൽ തന്നെയാകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. എന്തുകൊണ്ടാകാം അവിടെയും ഈ കോടതിയെ സമീപിക്കുമെന്നുള്ളതാണല്ലോ താങ്കൾക്ക് മുന്നിൽ താങ്കൾ പറയുന്ന അടുത്ത ഓപ്ഷൻ. പക്ഷെ കോടതി അത്തരത്തിൽ ഈ മനീഷ് സിസോദിയ അടക്കമുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇളവ് നൽകാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ പൂർണ്ണമായും തെളിവുകളില്ല, ഡോക്യുമെന്റുകളില്ല എന്ന വാദം AAPയുടേത് ശരിയാണോ? നോക്കൂ, മനീഷ് സിസോദിയയുടെ കേസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ സുപ്രീം കോടതിയിൽ എത്തിയത്. സുപ്രീം കോടതി ജഡ്ജി അതിനെപ്പറ്റി പറഞ്ഞ പരാമർശം പ്രശസ്തമാണല്ലോ. അതായത്
ഈ കേസ് കോടതിയിൽ വിചാരണയ്ക്ക് കോടതിയിൽ വന്നാൽ 2 മിനിറ്റ് പോലും നിൽക്കില്ല എന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞൊരു ഒബ്സർവേഷൻ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താണ് പിന്നെ തീരുമാനമെടുത്തത്? അതായത് ഇത് PMLA കേസാണ്. EDയുടെ കേസുകളിൽ സാധാരണ പ്രോസിക്യൂഷന് കൊടുക്കാറുള്ള ഒരു ലിവറേജ് ഉണ്ട്. പ്രോസിക്യൂഷൻ പിന്നെ പിടിവാശി പിടിച്ചപ്പോൾ പിന്നെ ജാമ്യം തടയുകയാണ് ചെയ്തത്. പക്ഷെ ആ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതായത് ഇതിന്റെ വിചാരണ കുറ്റപത്രം കൊടുത്ത കേസാണ്, ഇനി വിചാരണ ഇനിയും തുടങ്ങിയിട്ടില്ല, മാസങ്ങളായി. വിചാരണ നടത്തിയാൽ ആ നിമിഷം അദ്ദേഹം കുറ്റവിമുക്തനാവും. വിചാരണ 5 മാസത്തിനുള്ളിൽ നടത്തണമെന്ന് വിധിയിൽ എഴുതി വെച്ചു. പരമാവധി 8 മാസം വരെ നീട്ടാമെന്ന് എഴുതി വെച്ചു. ഞങ്ങൾ പറയുന്നത് വിചാരണ വേഗത്തിൽ നടത്തൂ, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കും, കോടതിയിൽ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ശരി, ഏറ്റവും ഒടുവിൽ എന്തായാലും എന്തുകൊണ്ടാണ് പിന്നീട് ഈ മദ്യനയം പിൻവലിച്ചത് ശ്രീ ഷൈബു മഠത്തിൽ? നമുക്ക് മദ്യനയം നേരത്തെ ഉണ്ടായിരുന്നത് ഗവൺമെന്റിന്റെ ഒരു കുത്തകയായിരുന്നു. കേരളത്തിലൊക്കെ ഉള്ളതുപോലെ പർച്ചേസിംഗ് സർക്കാർ തന്നെ നടത്തുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, സ്വകാര്യ ഡിസ്റ്റിലറിയിൽ നിന്ന് പർച്ചേസിംഗ് സർക്കാർ നടത്തുകയും പക്ഷേ അത് വിതരണം ചെയ്യുന്നതിൽ വൻതോതിലുള്ള അഴിമതി, അതായത് പിന്നെ ഈ ടെൻഡർ പ്രോസസ് സുതാര്യമല്ലാതെ വൻതോതിലുള്ള അഴിമതി ഉണ്ടായിരുന്നു. ആ അഴിമതി ഇല്ലാതാക്കാനാണ് ആം ആദ്മി പാർട്ടി പുതിയ സംവിധാനം കൊണ്ടുവന്നത്. പുതിയ സംവിധാനം നടപ്പിലാക്കണമെങ്കിൽ അവിടെ ചില പ്രദേശങ്ങളിൽ പിന്നെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവുകയും ചില പ്രദേശങ്ങളിൽ തീരെ ഔട്ട്ലെറ്റുകൾ ഇല്ലാതെ വരുമ്പോൾ വൻതോതിൽ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് മാർക്കറ്റിംഗ് അവസാനിപ്പിച്ചുകൊണ്ടാണ് അവിടങ്ങളെല്ലാം ഔട്ട്ലെറ്റ് ഫോർമലായി അംഗീകൃത ഔട്ട്ലെറ്റുകൾ കൊണ്ടുവന്നത്. അത് നടത്തിക്കാൻ പിന്നെ സമ്മതിക്കാതെ ഗ്രൗണ്ട് ലെവലിലുള്ള റെസിസ്റ്റൻസ് വന്നു. അത് നടത്തിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോ പിന്നെ അതുകൊണ്ടാണ് അത് പിൻവലിക്കേണ്ടി വന്നത്. കാരണം ഒരു ഓർഡർ ഉണ്ടാക്കൽ സർക്കാരിന്റെ ആവശ്യമാണല്ലോ. പിന്നെ ഈ യാതൊരു തരത്തിലും ഈ കടകൾ സർക്കാർ അനുമതി കൊടുത്ത് തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകാൻ പ്രാദേശികമായ ഉദ്യോഗസ്ഥരും മറ്റും അനുവദിക്കാതെ വന്നപ്പോഴാണ് അത് കൂട്ടേണ്ടി വന്നത്, നയം പിൻവലിക്കേണ്ടി വന്നത്. ശരി, അതായത് ഒരു തരി പോലും അഴിമതിയില്ല എന്ന് ഉറപ്പിക്കുകയാണ് AP. വളരെ നന്ദി ഷൈബു മഠത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ